പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിന്റെ 228 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ബോനാവന്തൂറിന് ശേഷം ഈ ആഴ്ച കർമ്മല മാതാവിനെ കുറിച്ചാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കാർമൽ മലയെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. 12ാം നൂറ്റാണ്ടിൽ ഒരു കൂട്ടം സന്യാസിമാർ ആ മലനിരകളിലേക്ക് പിൻവാങ്ങുകയും ദേവമാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയിൽ ധ്യാനാത്മകമായ ജീവിതം നയിക്കുവാനായി കാർമലൈറ്റ് സഭയ്ക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. ഇൻ കാർമൽ മലയിലെ പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ബ്രൗൺ സ്ലോപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്ന കാർമലിലെ പരിശുദ്ധ മാതാവിന്റെ ഉത്തരീയത്തെക്കുറിച്ചാണ് ഭൂരിഭാഗം വിശ്വാസികൾക്കും അറിവുള്ളത്. കുരിശു യുദ്ധത്തിൽ പങ്കാളിയായിരുന്ന ബോർത്തോൾഡിന്റെ പ്രയത്നത്താൽ കാർമൽ മലയിൽ താമസിച്ചിരുന്ന ഒരു വിഭാഗം സന്യാസിമാർ 1150 പാശ്ചാത്യ രീതിയിലുള്ള ഒരു സന്യാസ സഭയായി രൂപപ്പെട്ടു. എന്നാൽ സാരസെൻസിന്റെ എതിർപ്പ് സഹിക്കുവാൻ കഴിയാതെയായപ്പോൾ ആ സന്യാസിമാർ പതിയെ യൂറോപ്പിലേക്ക് കുടിയേറി. പിന്നീട് 1125 ജൂലൈ 16 രാത്രിയിൽ പരിശുദ്ധ കന്യാമാതാവ് ഹോണോറിയൂസ് മൂന്നാമന് പ്രത്യക്ഷപ്പെടുകയും കർമ്മലീത്ത സഭയെ അംഗീകരിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നിരുന്നാലും കർമ്മലീത്ത സഭക്കാർ നിരന്തരം അവഹേളനങ്ങൾക്ക് പാത്രമാകുന്നതിനാൽ സഭയുടെ 6ാമത്തെ ജനറലായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് തങ്ങളുടെ സംരക്ഷണത്തിനാവശ്യമായ പ്രത്യേക അടയാളം നൽകി അനുഗ്രഹിക്കുവാൻ പരിശുദ്ധ മാതാവിനോട് നിരന്തരമായി അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അതേ തുടർന്ന് 1251 ജൂലൈ 16 പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിക്കൊണ്ട് തന്റെ മാതൃപരമായ സ്നേഹത്തിന്റെ സവിശേഷ അടയാളം നിർദ്ദേശിച്ചു. ഇത് നിനക്കും കർമ്മലീത്തക്കാർക്കും നൽകപ്പെടുന്ന വിശേഷ അനുഗ്രഹമാണ്. ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരുവനും നിത്യമായ അഗ്നിയിൽ സഹനം അനുഭവിക്കേണ്ടതായി വരികയില്ല എന്ന് പറഞ്ഞാണ് പരിശുദ്ധ അമ്മ ഉത്തരീയം നൽകിയത്. അതിനാലാണ് ഇന്നത്തെ തിരുനാൾ ഉത്തരീയത്തിന്റെ തിരുനാൾ എന്നും അറിയപ്പെടുന്നത്. 1332 കാർമലിലെ പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ കർമ്മലീത്ത സന്യാസിമാർക്കിടയിൽ സ്ഥാപിതമാവുകയും പിന്നീട് 1726 ബെനഡിക്ട് 13 ഈ തിരുനാളിനെ ആഗോള കത്തോലിക്ക സഭയുടെ തിരുനാളാക്കി മാറ്റുകയും ചെയ്തു. അനേകം സഭകളിൽ ഉത്തരീയം അവരുടെ സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ കർമ്മലീത്ത സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിശേഷ ലക്ഷണമാണ് ഉത്തരീയം. ഉത്തരീയം വഴിയുള്ള അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഉത്തരീയത്തിന്റെ ഒരു ചെറിയ പതിപ്പ് ആത്മീയരായ ആളുകൾക്കും നൽകപ്പെട്ടു. ഉത്തരീയം സ്ഥിരമായി ഉപയോഗിക്കുന്നത് വഴി ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള മോചനം എളുപ്പത്തിൽ സാധിക്കും. ഉത്തരീയം ധരിക്കുന്നവർ പെട്ടെന്ന് തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിൽ നിന്നും മോചിക്കപ്പെടുമെന്നാണ് ജോൺ 22 പാപ്പയുടെ ഔദ്യോഗിക എഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. പാപ്പ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെ 1908 ജൂലൈ 4 സവിശേഷ പുണ്യങ്ങളുടെ വിശുദ്ധ സമിതി സ്ഥിരീകരിക്കുകയും അതിനെക്കുറിച്ച് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രതിസന്ധികളെ നേരിടുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മളിൽ പലരും എടുത്തുചാടി പ്രതികരിക്കുകയോ തളർന്ന് പിൻവാങ്ങുകയോ ചെയ്യുകയാണ് പതിവ്. അതിനു പകരം ഒരൽപ്പം ക്ഷമയോടെ സാവകാശത്തോടെ വിവേകപൂർവമായി പ്രശ്നങ്ങളെ വിലയിരുത്തണം. എന്നിട്ട് ഉചിതമായ നടപടി സ്വീകരിക്കുകയും വേണം. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയെയും വിജയപൂർവ്വം തരണം ചെയ്യുവാൻ നമുക്ക് കഴിയും. ഏവർക്കും നന്ദി.